പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ ഏതാനും ആഴ്ചകൾ മുഹിയുദ്ദീൻ മാലയെക്കുറിച്ചൊരു അവലോകനം, ഒരു പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ വിഷയം തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം മുഹിയുദ്ദീൻ മാല ചർച്ച ചെയ്യണമെന്ന ഒരു തോന്നലുണ്ടാകാൻ കാരണം കഴിഞ്ഞയാഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഏതാണ്ട് ഒരു 7-8 വർഷങ്ങൾക്കപ്പുറം കാസർഗോഡ് ജില്ലയിലെ മുഗരാൽ പുത്തൂർ എന്ന പ്രദേശത്ത് ജീലാനി ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തിയിരുന്നു. യൂട്യൂബിൽ ആ പ്രഭാഷണം ലഭ്യമാണ്. ആ പ്രസംഗത്തിലെ 1-2 വാക്കുകൾ സന്ദർഭത്തിൽ നിന്നടർത്തിയെടുത്തുകൊണ്ട് ചില ആളുകൾ വ്യാപകമായ കുപ്രചരണങ്ങൾ നടത്തി. ഈ നാട്ടിലും പുറം നാട്ടിലുമുള്ള പലരും തെറ്റിദ്ധരിച്ചു. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെയൊക്കെ 1-2 വാചകങ്ങൾ മാത്രം എടുത്ത് ദുർവ്യാഖ്യാനിച്ച് നമ്മൾ ഉദ്ദേശിക്കാത്ത ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെയുള്ള ചില സഹോദരന്മാർ തന്നെ എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് ചോദിച്ചു, എന്താ ഉസ്താദെ അങ്ങനെ പറഞ്ഞത്? വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ടും ചോദിച്ചു, എന്താ ഉസ്താദെ മുഹിയുദ്ദീൻ മാലയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറും വിധം അതേക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നു പറഞ്ഞ് ഒറ്റവാക്കിൽ അവർക്കതിന് മറുപടി കൊടുക്കുകയാണുണ്ടായത്. അതിനപ്പുറം നമ്മുടെ പൂർവീക പിതാക്കളൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ ആലപിച്ചിരുന്ന മുഹിയുദ്ദീൻ മാല ഖുർആനുമായി വല്ല ബന്ധവുമുള്ളതാണോ, ഇസ്ലാമികമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഈ ജനറേഷനിലല്ല, പണ്ട് ആശുപത്രി സൗകര്യങ്ങൾ കുറഞ്ഞ കാലം, ചികിത്സാ സംവിധാനങ്ങൾ അപര്യാപ്തമായ കാലം, പേറ്റുനോവ് വന്നാൽ, പ്രസവവേദന വന്നാൽ ആ വീട്ടിലുള്ള ഉമ്മമാര്, കാരണവന്മാര് പരിശുദ്ധ ഖുർആനോതും, ബദരീങ്ങളുടെ മഹത്വമോതും, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ മദ്ഹുകൾ പാടിപ്പറയും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ആ വിശ്വാസത്തിന്റെ ബലത്തിലാണ് അന്നുള്ളവരൊക്കെ ജീവിച്ചത്. എനിക്കറിയാം, പ്രസവവേദന ഉള്ള വീട്ടില് മുഹിയുദ്ദീൻ മാല ആലപിച്ചിരുന്ന ഒരുപാട് മഹാന്മാരെ എനിക്കറിയാം. അവരൊക്കെ ചെയ്തത് തെറ്റാണോ, അനിസ്ലാമികമാണോ അല്ലയോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് മുഹിയുദ്ദീൻ മാല? അതൊരു മഹർ മാലയല്ല, അതൊരു താലിമാലയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അതൊരു മഹർ മാലയാണ് യഥാർത്ഥത്തിൽ. എന്തുകൊണ്ട്? അഭിവന്യരായ എൻ്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, മുഹിയുദ്ദീൻ മാല മഹറുമാല തന്നെയാണ്. ഈ ദുനിയാവിൽ നിനക്ക് യോജിച്ച ഒരു പെണ്ണിനെ കണ്ടെത്തി വേളി കഴിക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ട മഹർ അല്ല മുഹിയുദ്ദീൻ മാല, അതൊരു സ്വർണമാല, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഗോൾഡിന്റെ സിൽവർ മാല, അതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, വെള്ളിമാല ആഭരണമായി. എന്നാൽ ഈ മാല, മുഹിയുദ്ദീൻ മാല മഹറാണ്. എന്തിന്റെ, ആരുടെ മഹർ, ആർക്കുള്ള മഹർ? സ്വർഗീയ സുന്ദരിയായ നഫ്സ് മുത്മഇന്ന എന്ന സ്വർഗീയ മങ്കയെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ കൊടുക്കാനുള്ള മഹറുമാലയാണ് മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല മഹർ കൊടുക്കാതെ സ്വർഗീയ ഹൂറിയെ കെട്ടാൻ ആർക്കും സാധ്യമല്ല. മുഹിയുദ്ദീൻ മാല കൊടുത്തിട്ടില്ലെങ്കിൽ കറാച്ചി പാത്തുമ്മയുടെ മക്കളെ കല്യാണം കഴിക്കാം. ഏതാ കറാച്ചി പാത്തുമ്മ? കറാച്ചി പാത്തുമ്മാനെ കല്യാണം കഴിച്ചിട്ടില്ല. എന്നിട്ടും കറാച്ചി പാത്തുമ്മക്ക് 5 പെൺമക്കളുണ്ട്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ 5 മക്കളിൽ ഏതെങ്കിലും ജാരസന്തതിയെ കെട്ടാമെന്നല്ലാതെ സ്വർഗീയ സുന്ദരിയായ നഫ്സ് മുത്മഇന്നയെ വേളി കഴിക്കാൻ മുഹിയുദ്ദീൻ മാല മഹർ കൊടുക്കണം. എന്താ മുഹിയുദ്ദീൻ മാല? ആ വാക്കിന്റെ പേരിന്റെ അർത്ഥം എന്താ? ദീനിനെ ജീവിപ്പിക്കുന്ന മാല. മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞ എന്താണ്?
ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ദീനിനെ ജീവിപ്പിക്കുന്ന മാല, അല്ലെങ്കിൽ ദീനിനെ ജീവിപ്പിക്കുന്നവരെ കുറിച്ചു പറയുന്ന മാല. ഹിജറ 5-ാം നൂറ്റാണ്ടിൽ ജീലാനിൽ ജനിച്ച് 6-ാം നൂറ്റാണ്ടിൽ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബഗ്ദാദിൽ വഫാത്തായ 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി, നവോത്ഥാന നായകരായി, പരിഷ്കർത്താവായി പ്രശോഭിതരായ സുൽത്താനുൽ ഔലിയ, ഔലിയാക്കളുടെ ചക്രവർത്തി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റഹിമഹുല്ല എന്ന മഹാത്മാവിന്റെ മദ്ഹുകളും മഹത്വങ്ങളും കറാമത്തുകളും കോർത്തിണക്കി രചിക്കപ്പെട്ട കാവ്യമാണ് മുഹിയുദ്ദീൻ മാല. അള്ളാഹുവിന്റെ ഇഷ്ടദാസരിൽപ്പെട്ട പ്രഗൽഭരായ മഹാനായ ഒരു വലിയന്റെ മദ്ഹ്, സ്തുതിഗീതങ്ങൾ, അവിടത്തെ മഹത്വങ്ങൾ, സ്ഥാനമാനങ്ങൾ, അത്ഭുത സിദ്ധികൾ ഇതിവൃത്തമായി രചിക്കപ്പെട്ട കാവ്യമാണ് മുഹിയുദ്ദീൻ മാല. ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല മുസ്ലിം ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ട മഹാനാണ്. ഇപ്പോ മുഹിയുദ്ദീൻ മാലയുടെ വിമർശകർ പോലും മാലയെ ആക്ഷേപിക്കാൻ സ്റ്റേജ് കെട്ടിയാൽ പോലും ആ സ്റ്റേജിൽ നിന്ന് അവർ പറയും, ഷെയ്ഖ് ജീലാനി ഞങ്ങളാളാ. വികലമായ വികൃതമായ വിദണ്ഡവാദങ്ങൾ ഉൾക്കൊള്ളുന്ന തൗഹീദ് പ്രചരിപ്പിക്കുന്ന പാർട്ടിക്കാരും പറയും മുഹിയുദ്ദീൻ ഷെയ്ഖ് ഞങ്ങളാളാണ് എന്ന് വെച്ചാൽ ആ മഹാനെ തള്ളിപ്പറയാൻ ഒരു കൂട്ടർക്കും സാധ്യമല്ലാത്ത വിധം മുസ്ലിം ലോകത്ത് സുസമ്മതരായ മഹാനായ വലിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റഹിമഹുല്ല. 90 വർഷം ഈ ലോകത്ത് മഹാൻ ജീവിച്ചു. ചെറുതായിട്ട് ആ ചരിത്രമൊക്കെ നമ്മൾ അറിയണം. 90 വർഷം ജീവിച്ചപ്പോ തന്റെ ആയുസിന്റെ കൂടിയ ഭാഗം 50 വർഷക്കാലം, 5 പതിറ്റാണ്ടുകാലം ഭഗീരഥ പ്രയത്നത്തിൽ, കഠിനമായ പരിശ്രമങ്ങളിൽ, ദീനീ ത്യാഗങ്ങളിൽ 50 വർഷം കഴിച്ചുകൂട്ടി. നീണ്ട മുജാഹദകൾ, മുആഖബകൾ, മുഹാസബകൾ, അങ്ങനെ സ്വന്തത്തോട് സമരം ചെയ്തുകൊണ്ട് ധർമ്മത്തിന്റെ പാതയിൽ, സമരത്തിന്റെ ധർമ്മസമരത്തിന്റെ പാതയിൽ കഠിനാധ്വാനം ചെയ്ത് ഊണില്ലാതെ ഉറക്കമില്ലാതെ സുഹൃദിന്റെ വഴിയിലൂടെ 50 വർഷക്കാലം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച മഹാൻ. എന്നിട്ടാ മഹാനായത്. അല്ലാതെ ലോട്ടറി കിട്ടിയതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖായി വളർന്നതല്ല. 50 കൊല്ലം പഠിച്ചു, പരിശ്രമിച്ചു, ത്യാഗനിരതരായി. അങ്ങനെ സുൽത്താനുൽ ഔലിയ എന്ന സ്ഥാനത്തെത്തിയപ്പോഴോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവിടുന്ന് ചെയ്ത സേവനങ്ങൾ വിവരണാതീതമാണ്. 1, 2, 3 ആഴ്ചകൾ പറഞ്ഞാലും തീരാത്ത അത്രയും വിശാലമാണ് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ദീനീ രംഗത്തുള്ള സേവനങ്ങൾ. ബഗ്ദാദിലെ പ്രഭാഷണ സദസ്സുകളിൽ ബഗ്ദാദിൽ വെച്ച് ഷെയ്ഖ് അവർകൾ പ്രസംഗിച്ചിരുന്നു, മതപഠന ക്ലാസുകൾ നടത്തിയിരുന്നു. ആ ക്ലാസിലേക്ക് 70,000-ത്തിലധികം ആളുകൾ അത് കേൾക്കാൻ വേണ്ടി വന്നണഞ്ഞിരുന്നു. ഇന്നും വരും വഴല്, നല്ല വഴലൊക്കെ ആണെങ്കിൽ 10,000-ങ്ങളൊക്കെ വന്നു എന്ന് വരും. സാധാരണ ഇൽമിന്റെ സദസ്സ് പോലെയല്ല മഹാനവറുകളുടെ സദസ്സ്. 70,000-ത്തിലധികം ആളുകൾ മഹാന്റെ നാവിൽ നിന്ന് വിശുദ്ധ ദീനിനെ കുറിച്ച് കേൾക്കാൻ വന്നിരുന്നിട്ട് ആ സദസ്സിൽ നിന്ന് പൊട്ടിക്കരയലുകൾ, തേങ്ങിക്കരയലുകൾ ഉയർന്ന് കേൾക്കാമായിരുന്നു. ചെവിയിലല്ല വഴല്. ഇപ്പൊ ഞാൻ ഈ വഴലൊക്കെ പറയുന്നത് ചെവിയിൽ കൊണ്ടിട്ട് കുറച്ചൊന്നുള്ളിലേക്ക് ഇറങ്ങി കിട്ടിയാലായി, ഇത്രയുള്ളൂ. എന്നാൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രഭാഷണങ്ങൾ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്കാണ് തുളച്ചു കയറിയത്. നിങ്ങൾക്കറിയുമോ, 50,000 ആളുകളാണ് മഹാന്റെ പരിശ്രമത്തിലൂടെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത്. 50,000 ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. 50,000 അമുസ്ലിമീങ്ങൾ മുസ്ലിങ്ങളായി മാറി മഹാന്റെ പരിശ്രമം കൊണ്ട്. 1,00,000-ത്തിലധികം തെമ്മാടികൾ തൗബ ചെയ്ത് സ്വാലിഹീങ്ങളും ഔലിയാക്കളുമൊക്കെയായി മാറി. 1,00,000-ത്തിലധികം ആളുകൾ.
കുറ്റവാളികളായ ആളുകൾ, തെമ്മാടികളായ ആളുകൾ ആ മഹാന്റെ പരിശ്രമത്തിന്റെ ഫലമായി, ജീലാനി തങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി തൗബ ചെയ്ത് പലരും വലിമാരായി, പലരും സ്വാലിഹീങ്ങളായി മാറി. ആദ്യമായി അവിടത്തെ കയ്യാൽ നന്നായത് ഒരു കൊള്ളത്തലവനും സംഘവുമായിരുന്നു, കള്ളന്മാര്. അതാണ് മാലയിൽ പറയുന്നത്, കളവ് പാറയല്ല എന്നും ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. പേടിക്കണ്ട, ഇത് ഖുർആന്റെ ആശയാണ് ഇപ്പൊ ഈ പറയുന്നത്. സത്യത്തിന്റെ വിലയാണ് പറയുന്നത്, സിദ്ഖിന്റെ പവറാണ് പറയുന്നത്, സത്യം കൊണ്ട് നേടിയെടുക്കാവുന്നതിന്റെ നേട്ടമാണ് പറയുന്നത്. ഭാഷ മലയാളമാണ്, ശൈലി കവിതയാണ്, ആശയം ഖുർആനികമാണ്. എന്താ സംഭവം? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. ജീലാനില് കുട്ടിപ്രായത്തിൽ വിദ്യാർത്ഥിയാകുന്ന കാലത്ത് തോട്ടവും കൃഷിയൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഒരു ഉൾവിളി, അബ്ദുൽ ഖാദിറെ, ഞാൻ നിന്നെ ഇതിനു വേണ്ടിയല്ല സെലക്ട് ചെയ്തത് അബ്ദുൽ ഖാദിറെ. നീ കൃഷി ചെയ്യേണ്ടവനല്ല, കച്ചവടം ചെയ്യേണ്ടവനല്ല, അതിനൊക്കെ ഒരു കൂട്ടരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ എനിക്ക് വേണം, നീ എന്റെ മാർഗത്തിൽ വരണമെന്ന ഒരു ഉൾവിളി അവിടത്തെ അസ്വസ്ഥമാക്കി. പെറ്റുമ്മയുടെ മുന്നിൽ ചെന്ന് വിദ്യാർത്ഥിയായ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി പറഞ്ഞു, ഉമ്മ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ്, എന്റെ ലക്ഷ്യം അള്ളാഹുവാണ്, എനിക്ക് കച്ചവടമോ കൃഷിയോ എനിക്ക് യോജിച്ചതല്ല എന്ന ഉൾവിളി എനിക്ക് വരുന്നു. ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ പഠിക്കാൻ പോവാണ്. അക്കാലത്തെ ദീനിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്ന ബഗ്ദാദിൽ ഒരുപാട് പണ്ഡിതരുണ്ട്. വിജ്ഞാനത്തിന്റെ പറുദീസയാണ് അന്നത്തെ ബഗ്ദാദ്. അങ്ങോട്ട് എനിക്ക് പോകണം ഉമ്മ എനിക്ക് അനുവാദം നൽകണം. ഈമാനുള്ള ആ പെറ്റുമ്മ പറഞ്ഞത്, ഇന്നത്തെ പോലെ ഫോണുള്ള കാലല്ല, യാത്രാ സൗകര്യമുള്ള കാലല്ല. ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്കുള്ള യാത്ര തന്നെ ദുർഘടപാതയാണ്, അപായങ്ങൾ നിറഞ്ഞ വഴിയാണ്. ഉമ്മ പറഞ്ഞു, മോന്റെ ലക്ഷ്യം അള്ളാഹു ആണെങ്കിൽ ഈ ഉമ്മ എന്റെ പൊന്നു മോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ ദാനം ചെയ്യുന്നു, മോൻ പൊക്കോ. ഇൻഷാ അല്ലാ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ച് പൊന്നുമോനെ, മോനെ ഉമ്മാക്ക് കാണാൻ പറ്റും നല്ല നിലക്കെന്ന പ്രതീക്ഷ എനിക്കുണ്ട്, മോൻ പൊക്കോളൂ. പോകുമ്പോ 40 പൊന്ന് ഒരു കിഴിയായി. തന്റെ സമ്പാദ്യത്തിൽ 80 പൊന്നുണ്ടായിരുന്നു. 40 പൊന്ന് അബ്ദുൽ ഖാദിറിന്റെ സഹോദരന് കരുതി വെച്ച് 40 പൊന്ന് ഒരു പണക്കിഴിയിൽ റെഡിയാക്കിയിട്ട് വസ്ത്രത്തിന്റെ ഉള്ളിലൊരു പോക്കറ്റായി തുന്നി പിടിപ്പിച്ച് ഉമ്മ കൊടുത്തു. യാത്രയിൽ ആവശ്യമുണ്ടാകും, ബഗ്ദാദിൽ ദീന് പഠിക്കാൻ പോകുമ്പോ ഫുഡ് വേണ്ടേ, അവിടെ താമസിക്കണ്ടേ, മോൻ അതിനു വേണ്ടി മുൻകരുതൽ എന്ന നിലക്ക് ഈ 40 പൊന്ന് വെച്ച കയ്യിൽ തുന്നി പിടിപ്പിച്ച് ഉള്ളിൽ വെച്ചു, കള്ളന്മാര് കാണാതിരിക്കാൻ. യാത്ര പുറപ്പെട്ടു. ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ കൊച്ചുബാലനായ അബ്ദുൽ ഖാദിർ എന്നവർ യാത്ര പുറപ്പെട്ടു. ഹമദാനിന്റെ പരിസര പ്രദേശത്തെത്തിയപ്പോ ഒരു കുന്നിൻ മുകളിൽ അശ്വാരൂഢരായ ഒരു പറ്റം കൊള്ളക്കാർ യാത്രാ സംഘത്തെ മുഴുവൻ അവർ കവർച്ച ചെയ്യുന്നു. അവരുടെ ഭാണ്ഡക്കെട്ടുകൾ പരതുന്നു, പൊന്നും വെള്ളിയും അവർ കവർന്നെടുക്കുന്നു. കുട്ടിയായ അബ്ദുൽ ഖാദിറിനെ ഒരു കൊള്ളക്കാരൻ വന്നിട്ട് പറഞ്ഞു, കുട്ടി, നിന്റെ ഭാണ്ഡത്തിൽ എന്താ ഉള്ളത്? ഭാണ്ഡത്തിൽ വസ്ത്രവും ആഹാരമൊക്കെ ഉള്ളത്, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? 40 പൊന്നുണ്ട്. കൊള്ളക്കാരൻ ചിന്തിച്ചു, ഇവൻ എന്നെ കളിയാക്കുക, ഉണ്ടെങ്കിൽ അത് പറയൂലല്ലോ. വേറൊരാളെ വിളിച്ചൊരു കൊള്ളക്കാരനെ വിളിച്ചു, അവനെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പോഴും കുട്ടി തന്നെ പറയാ, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഇവർ അത്ഭുതപ്പെട്ട് കൊള്ളത്തലവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ പറയുന്നു, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. കൊള്ള നേതാവ് കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ നിന്റെ കയ്യിൽ? 40 സ്വർണ്ണ നാണയമുണ്ട്. എവിടെ അത്? വസ്ത്രത്തിന്റെ ഉള്ളിൽ ഉമ്മ തുന്നിപ്പിടിപ്പിച്ച പോക്കറ്റ് പോലത്തെ പണക്കിഴി കാണിച്ച് ആ തുന്നു പൊട്ടിച്ച് നിവർത്തി. എണ്ണി നോക്കുമ്പോൾ 40 സ്വർണ്ണ നാണയങ്ങൾ. കൊള്ളത്തലവൻ ചോദിച്ചു, എന്തുകൊണ്ട് മോനെ നീ സത്യം പറഞ്ഞു? എന്റെ ഉമ്മ ഞാൻ പുറപ്പെടുമ്പോൾ എനിക്ക് തന്നൊരു വസിയത്ത്, ഏതാപൽ ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും എന്റെ പൊന്നുമോൻ കളവ് പറയരുത്, സത്യം മാത്രമേ പറയാവൂ എന്നെന്റെ ഉമ്മാന്റെ വസിയത്താണ്, കരാറാണ്. ആ കരാറ് ഞാൻ പാലിക്കുകയാണെന്ന് ഈ കൊച്ചുകുട്ടി മറുപടി പറഞ്ഞപ്പോൾ കൊള്ളത്തലവൻ പ്രഖ്യാപിക്കുകയാണ്, അല്ലാ,
ഈ പൊന്നും മോന് ഉമ്മയോടുള്ള കരാറ് ഇவ்விധത്തിൽ നിറവേറ്റുമ്പോൾ വർഷങ്ങൾ ജീവിച്ച ഞാൻ എന്റെ നാഥനോടുള്ള കരാറ് പാലിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ നാഥന്റെ കൽപ്പന മറന്നല്ലോ എന്ന തിരിച്ചറിവ് ഉള്ളിൽ നിന്ന് തേട്ടി വരികയും ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഇതെനിക്കൊരു മാതൃകയാണ്, ഇതെനിക്കൊരു പാഠമാണ്, ഇതെനിക്കൊരു മെസ്സേജാണ്, ഇന്നു തൊട്ട് ഞാൻ ഈ പണി നിർത്തുകയാണ് എന്ന് കൊള്ളത്തലവൻ പ്രഖ്യാപിച്ചപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന കൊള്ളക്കാരൊക്കെയും പറഞ്ഞു, നിങ്ങൾ കൊള്ളയിൽ ഞങ്ങളുടെ നേതാവാണെങ്കിൽ തൗബയിലും നന്മയിലും ഞങ്ങളെ നേതാവാൻ. അവരൊക്കെയും ഖേദിച്ചു മടങ്ങി. ഇതാദ്യം ഇവരുടെ കയ്യാൽ നന്നായ ആൾക്കാർ 1,00,000-ലധികം ആളുകള് തൗബ ചെയ്ത് നന്നായി. മഹാനായ ശൈഖ് അവറുകൾക്ക് പരിശുദ്ധ ഖുർആനിലുണ്ടായിരുന്ന അവഗാഹം പ്രസിദ്ധമാണ്. ഖുർആനിലുള്ള വിവരം എന്നെപ്പോലെ ഇവിടെ സ്റ്റേജ് കെട്ടി വഴല് പറയുന്ന മതപണ്ഡിതന്മാരെ പോലെ ഇന്ന കിതാബിൽ ഇന്ന തഫ്സീറിൽ ഇതുണ്ട്, ആ തഫ്സീറിൽ ഇങ്ങനെ അർത്ഥമുണ്ട്, ഇങ്ങനെയല്ല ഷെയ്ഖ് ജീലാനി തങ്ങളെ ഖുർആൻ ക്ലാസ്. പിന്നെയോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അനന്തസാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിച്ചെന്ന് മുത്തുകൾ സ്വന്തമാക്കിയ മഹാജ്ഞാനിയാണ് ഷെയ്ഖ് ജീലാനി. പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറകൾ, അതിന്റെ അത്ഭുത ലോകങ്ങൾ, ആ അനന്തസാഗരത്തിന്റെ അടിത്തട്ടിലുള്ള അമൂല്യമായ നിധി നിക്ഷേപങ്ങൾ പെറുക്കിയെടുത്ത സ്വന്തമാക്കിയ ചരിത്ര പുരുഷനാണ് ശൈഖ് ജീലാനി റഹിമഹുല്ലാ. 6-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരാണ് 2 പേർ. ഒന്ന് ഹാഫിള് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ, മറ്റൊന്ന് ഷെയ്ഖ് ജമാലുദ്ദീൻ റഹിമഹുല്ലാ. 6-ാം നൂറ്റാണ്ടിലെ തന്നെ 2 പ്രസിദ്ധരായ മഹാജ്ഞാനികളാണ്. ഈ 2 പണ്ഡിതന്മാർ ഒരിക്കൽ ബഗ്ദാദിലെ ഷെയ്ഖ് തങ്ങളുടെ ക്ലാസ് കേൾക്കാൻ പോവാൻ. എപ്പോഴും ബഗ്ദാദിലെ മദ്രസയിൽ വയള, ഏത് നേരം നോക്കിയാലും പ്രസംഗാണ്. ആ പ്രസംഗം കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ നന്നാവുകയാണ്. ഇങ്ങനെ ഈ വാഴ്ന്ന് കേൾക്കാൻ വേണ്ടി ഹാഫിള് ഇബ്നു അബ്ബാസ് എന്നവരും ഷെയ്ഖ് ജമാലുദ്ദീൻ എന്നവരും അക്കാലത്തെ പ്രഗത്ഭരായ 2 പണ്ഡിത മഹത്തുക്കളാണ് ആ ക്ലാസ് കേൾക്കാൻ ചെന്നു. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് തങ്ങള് ഇരിക്കുന്നുണ്ട്, മുന്നിൽ ശിഷ്യന്മാരുണ്ട്. ഒരു ശിഷ്യൻ ഒരായത്ത് അങ്ങോട്ട് പാരായണം ചെയ്യും. ഒരായത്ത് പാരായണം ചെയ്തപ്പോൾ ആ ഒറ്റ ആയത്തിനു തന്നെ 11 വ്യാഖ്യാനങ്ങൾ ശൈഖ് അവർകൾ പറയുകയാണ്. ഒരായത്തിന് ഒരർത്ഥല്ല, 2 അർത്ഥല്ല, 3 വ്യാഖ്യാനല്ല, 11 വ്യാഖ്യാനങ്ങൾ ഒരൊറ്റ ആയത്തിന്. ഈ 11 ആശയങ്ങൾ ഒരായത്തിന് പറഞ്ഞപ്പോ ഹാഫിള് ഇബ്നു അബ്ബാസ് എന്ന പണ്ഡിതൻ കേട്ടിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന പ്രഗത്ഭരായ ജ്ഞാനി ഷെയ്ഖ് ജമാലുദ്ദീനോട് ചോദിക്കാണ്, നിങ്ങൾ ഈ 11 അർത്ഥങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒരായത്തിന് 11 ആശയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്, നിങ്ങളിത് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഷെയ്ഖ് ജമാലുദ്ദീൻ പറഞ്ഞു, ഈ 11 അർത്ഥം എനിക്കറിയാം, ഞാൻ നേരത്തെ പഠിച്ചു വെച്ചതാ. ഇവരും മോശക്കാരല്ല. ഈ 11 ആശയം നേരത്തെ ഞാൻ ഈ ആയത്തിന് മനസ്സിലാക്കി വെച്ചതാണ്. ഉടനെ അതാ വരുന്നു തിരുമൊഴികൾ. ശൈഖ് അവറുകളുടെ വിവരണം തുടർന്നു വരുന്നു. ആ ആയത്തിനു തന്നെ 40 വ്യാഖ്യാനങ്ങൾ, 40 വ്യത്യസ്തമായ ആശയങ്ങൾ ആ ഒരു ആയത്തിന് തന്നെ വിശദീകരിക്കുന്നു. ഒരായത്തിന് 51 വ്യാഖ്യാനം. 11 ഷെയ്ഖ് ജമാലുദ്ദീൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പഠിച്ചത് തന്നെയാണ്. പിന്നെ പറഞ്ഞ 40 വ്യാഖ്യാനങ്ങൾ കേട്ടപ്പോ ഷെയ്ഖ് ജമാലുദ്ദീൻ എന്നവർ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ ചെവി മുളച്ചതിന് ശേഷം ഇത്രയും കറക്റ്റായ ഖുർആനിക വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടില്ല. ഒരു കിതാബിലും ഇതില്ല. കൂട്ടരെ, കിതാബിലുള്ളതിനപ്പുറത്ത്, തഫ്സീറുകളിലുള്ളതിനപ്പുറത്ത് ഖുർആനിന് അർത്ഥമുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇന്ന് ഓതിയ സൂറ കഹ്ഫിലുണ്ടല്ലോ, ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. ഇന്നോതിയിലെ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് ആശയം, വ്യാഖ്യാനം വിശാലമായ സമുദ്രത്തിലെ വെള്ളം കൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിച്ചാൽ വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ,
ഇപ്പോൾ കാണുന്ന ഈ കടലിനെ പോലെ വീണ്ടും ഒരു കടൽ കൊണ്ടുവന്ന് അതും മഷിയാക്കി എഴുതിയാലും ഖുർആനിന്റെ ആശയം തീരുകയില്ല എന്ന് അല്ലാഹു ഖുർആനിൽ. അത്ര ആശയം ഇന്ന് രചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. തഫ്സീറിന്റെ കിതാബ്, ഖുർആൻ വ്യാഖ്യാന കിതാബുകൾ കൊണ്ടുവന്ന് നിറച്ചാല് ചിലപ്പോ ഈ ഹാളിൽ നിറക്കാൻ മാത്രം ഉണ്ടാവും ഇന്നത്തെ കണക്കില്. അതിനപ്പുറം ആശയമുണ്ട്. അത് ലദുന്നിയായി കിട്ടുന്നതാണ്. മനസ്സ് വൃത്തിയാക്കി സംശുദ്ധമാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ നാം പഠിപ്പിച്ചു കൊടുക്കും, പേഴ്സണലായിട്ട് ഞാൻ അറിയിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ലദുന്നിയായ ഇൽമു കൊണ്ട് ഖുർആൻ അറിഞ്ഞ മഹാനാണ് ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ. അവരെ കുറിച്ചുള്ള മദ്ഹുകളാണ് മുഹിയുദ്ദീൻ മാല. ഇനി നമുക്ക് പ്രമാണങ്ങൾ വെച്ച് നോക്കാം. ഈ മുഹിയുദ്ദീൻ മാല, കുതുബിയത്ത് അടക്കമുള്ള പ്രകീർത്തന കാവ്യങ്ങൾ, കവിതകൾ പ്രാമാണികമായി എന്താണതിന്റെ നിലവാരം? ഖുർആനും ഹദീസും വെച്ച് തുലനം ചെയ്യുമ്പോൾ ഇത്തരം മാലകൾക്ക്, ബെയ്ത്തുകൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? പ്രമാണബദ്ധമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു കുഴപ്പമുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഇത് ലാഭക്കച്ചവടാണ്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും അനുസ്മരിക്കലും അവരുടെ മദ്ഹുകൾ പാടലും പറയലും ദിക്റിന്റെ ഭാഗമാണ്. ഇതിപ്പോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആരും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ വഴിയിൽ തടഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യണം. അല്ലാഹുവേ നീ സാക്ഷി, പടച്ചവനെ മുൻനിർത്തി ആത്മാർത്ഥമായി ഞാൻ പറയാൻ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, ഞാൻ സദുദ്ദേശം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഖുർആനിൽ നിന്ന് പരിമിതമായ അറിവ് കൊണ്ട് മനസ്സിലായത് മാന്യജനങ്ങളെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണ്ട. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാൻ പറ്റൂല, ചോദിക്കാൻ അവസരമുണ്ട്. നിങ്ങൾ എന്നെ വഴി തടഞ്ഞിട്ടാണെങ്കിലും ചോദ്യം ചെയ്യണമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഖുർആനികമായി ഇതൊക്കെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അനുസ്മരിക്കലും അവരുടെ മദ്ഹുകൾ, ചരിത്രങ്ങൾ പാടലും പറയലും ദിക്റിന്റെ ഭാഗമാണ്. ദിക്ർ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലുത് ദിക്റാ. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് സ്വതക്കയല്ല, നിസ്കാരമല്ല, ഉംറല്ല, ഹജ്ജല്ല, ജിഹാദല്ല, സക്കാത്തല്ല, ദിക്റാണ്. എന്ന് വെച്ചാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ദിക്ർ ചൊല്ലി കുത്തിരിക്കുക, അത് പറ്റൂല. എല്ലാ അമലിന്റെയും ജീവനാണ് ദിക്ർ. നിസ്കാരത്തിന് ജീവൻ വേണോ? ദിക്ർ വേണം അതിനകത്ത്. നോമ്പിന് ജീവൻ വേണോ? സക്കാത്തിന് ജീവൻ വേണോ? ഹജ്ജിന് ജീവൻ വേണോ? ആ ജഡത്തിൽ ദിക്ർ വേണം. അതുകൊണ്ടാ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, രണ്ടാം ഖുതുബ ഫിനിഷ് ചെയ്യുമ്പോ വലദിക്റുല്ലാഹി അക്ബർ എന്ന് ഖത്തീബ് പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോരുക. ഏറ്റവും വലുത് അള്ളാന്റെ ദിക്റാൻ. ആ ദിക്റിന്റെ ഭാഗമാണ് മഹാന്മാരെ കുറിച്ചുള്ള അനുസ്മരണവും അവരെ കുറിച്ചുള്ള മദ്ഹ് പാടലും പറയലും. ദിക്ർ എന്നാൽ സ്മരണ എന്നാണ്. എന്ത് സ്മരിക്കുക? ദിക്ർ എന്നാൽ ഓർക്കുക എന്നാണ്, സ്മരിക്കുക എന്നാണ്. എന്ത് സ്മരിക്കുക? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, അവന്റെ പ്രവർത്തനങ്ങൾ ഓർക്കുക, അവന്റെ ഗുണങ്ങൾ ഓർക്കുക, അവന്റെ വിശേഷണങ്ങൾ ഓർക്കുക. ഇതൊക്കെ ദിക്റിന്റെ ഭാഗമാണ്. അതുമാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയാ ഔലിയാഇനെ ഓർക്കലും അവരെ പ്രകീർത്തിക്കലും ദിക്റിന്റെ ഭാഗം തന്നെ. ഇതെവിടെ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹനെ ഓർക്കല് ദിക്റാണെന്ന് ഞങ്ങൾക്കറിയാം. അള്ളാഹുവിന്റെ പ്രവൃത്തിയും വിശേഷ ഗുണങ്ങളും ഓർക്കല് ദിക്റാണെന്ന് ഞങ്ങൾക്കറിയാം. മഹാത്മാക്കളെ ഓർക്കല് ദിക്റാണെന്ന് മൊയ്ലേര് തട്ടിവിട്ടാൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഏതെങ്കിലും വാറോല കിതാബിൽ നിന്ന് ഏതോ പൊട്ടത്തരം ജൽപ്പനങ്ങൾ, ഖുറാഫാത്ത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല തന്നെ നമുക്കും പറയാനുള്ളത്. എവിടെയുള്ളത്? പരിശുദ്ധ ഖുർആനിൽ നിരവധി അനവധി സ്ഥലങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഓർക്കലും അവരെ കുറിച്ച് പാടിപ്പറയലും ദിക്റിന്റെ ഭാഗമാണ്, ഖുർആനിന്റെ ഭാഗമാണ് എന്ന് നിരവധി അനവധി സ്ഥലങ്ങളിൽ പറയുന്നു. ഉദാഹരണം സൂറത്തു മറിയം. സൂറത്തു മറിയം, ഈ മറിയം സൂറത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും അംബിയ ഔലിയാക്കളുടെ മൗലൂദ.
വേണമെങ്കിൽ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കുന്നേ. സൂറത്ത് മറിയമിന്റെ ഭൂരിഭാഗവും അംബിയ ഔലിയാക്കളുടെ മൗലൂദാണ്, എന്ന് വെച്ചാൽ അവരെ മദ്ഹാണ്. ഇതിനകത്തത് അല്ലാഹു പറയുന്നു. എന്താ പറയുന്നത്? ശ്രദ്ധിക്കണേ. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വേറൊരു സ്ഥലത്ത് വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് വദ്കുർ ഫിൽ കിതാബി മൂസ വദ്കുർ ഫിൽ കിതാബി മറിയം. എന്താണ് ഈ പറഞ്ഞ ആയത്തുകളൊക്കെ? വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം, ഈ കിതാബിന്റെ ഭാഗമായി, ഖുർആനിന്റെ ഭാഗമായി തന്നെ ഓർക്കൂ, പറയൂ, മദ്ഹ് പറയൂ, ചരിത്രം പറയൂ. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയൂ. അത് കിതാബിന്റെ ഭാഗം തന്നെ, ഖുർആനിന്റെ ഭാഗം തന്നെ. ഖുർആനീക വിഷയമായിട്ട് ഇബ്രാഹിം നബിയുടെ മദ്ഹുകൾ പറയൂ, മഹത്വങ്ങൾ പറയൂ, ആ നബിയെ ഓർക്കൂ. അത് കിതാബിന്റെ ഭാഗമാണ്, ഖുർആനിന്റെ ഭാഗമാണ്, ഖുർആൻ തന്നെയാൻ. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. എന്നിട്ട് അല്ലാഹു തന്നെ മദ്ഹ് പറയാണ്, ഇബ്രാഹിം എന്നവർ പരമസത്യസന്ധരും നബിയായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഇബ്രാഹിം നബിക്ക് മാത്രമുള്ളതല്ല. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ, ഖുർആനിന്റെ ഭാഗമായി തന്നെ ഇസ്മായിൽ നബിയെ കുറിച്ചും പറഞ്ഞോളൂ, ഓർത്തോളൂ, പാടിക്കോളൂ, മദ്ഹ് ചെയ്തോളൂ. ഇസ്മായിൽ നബിക്കും ഇബ്രാഹിം നബിക്കും മാത്രമല്ല. വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്, ഇദ്രീസ് നബിയെ കുറിച്ചും പാടിക്കോളൂ, പറഞ്ഞോളൂ, അനുസ്മരിച്ചോളൂ. വദ്കുറു ഫിൽ കിതാബി മൂസ, മൂസ നബിയെ കുറിച്ചും പറഞ്ഞോളൂ. പിന്നെ വദ്കുർ ഇസ്മാഈല വഅൽയസഅ വദൽ കിഫിൽ. ശ്രദ്ധിക്കണേ, ഖുർആനാണിത്. വദ്കുർ, നിങ്ങൾ പറയൂ, പാടൂ, ഓർക്കൂ. ആരെ? ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ, അൽയസഅ അലൈഹിസ്സലാമിനെ, ദുൽകിഫിൽ അലൈഹിസ്സലാമിനെ. അങ്ങനെയൊക്കെ നബിമാരുണ്ടേ, കേട്ടിട്ടില്ലല്ലേ? ഇതൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയ നബിമാരാണ്. ഇവരെ ഓർക്കൂ, ഇവരെ പറയൂ, ഇവരെ മദ്ഹ് ചെയ്യൂ, ഇവരുടെ മഹത്വങ്ങൾ പറയൂ. എന്തുകൊണ്ട്? ഇവരൊക്കെ മിനൽ അഖിയാർ, ഉത്തമരിൽപ്പെട്ട ചിലരാൻ. ഉദ്കുർ ഇസ്മാഈല വഅൽയസഅ വദൽ കിഫിൽ വകുല്ലും മിനൽ അഖിയാർ. അല്ലാഹു പറയാൻ, ഈ മഹാത്മാക്കളെ നിങ്ങൾ മദ്ഹ് ചെയ്യണം, ഇവരെ കുറിച്ച് പാടും, പറയും, ഓർക്കൊക്കെ വേണം. എന്തുകൊണ്ട്? വകുല്ലും മിനൽ അഖിയാർ, ഇവരൊക്കെ ഖൈറായ ആൾക്കാരിൽ പെട്ടവരാണ്. ഇതിനെന്താ മനസ്സിലായത്? ഖൈറായ ഏതൊരാളെ കുറിച്ച് വർണ്ണിക്കലും, ഉത്തമരായ പടപ്പുകൾ, അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകൾ ആരായാലും അവരെ വാഴ്ത്തലും, മദ്ഹ് ചെയ്യലും, പുകഴ്ത്തലും, മഹത്വങ്ങൾ പറയലും ഖുർആനീകമാണ്. തീർന്നില്ല. അടുത്ത ആയത്ത്, ഹാദാ ദിക്റുൻ, ഇതാണ് ഖുർആൻ. ഖുർആനെ ദിക്ർ എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിൽ ദിക്റിന് എന്താ അർത്ഥം പറയാ? ഖുർആൻ. ഇത് ദിക്റാൻ എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആന്റെ മറ്റൊരു പേരാണ് ദിക്ർ. അള്ളാഹു പറയാണ്, ഈ മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് അനുസ്മരിക്കണം, അവരെ മദ്ഹ് ചെയ്യണം, അവരെ ഓർക്കണം, മഹത്വം പറയണം. അതൊക്കെ കിതാബിന്റെ ഖുർആന്റെ ഭാഗാന്ന് പറഞ്ഞു നിർത്തിയില്ല. ഹാദാ ദിക്റുൻ, ഇത് ഖുർആനാൻ, ഇത് ഖുർആനാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്. ഇങ്ങനത്തെ മുത്തഖീങ്ങൾ, എങ്ങനത്തെ മുത്തഖീങ്ങൾ? അംബിയാ ഉലിയാക്കളെ സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, അവരെ മദ്ഹ് ചെയ്യുന്ന, അവരെ അപദാനങ്ങൾ പാടിപ്പറയുന്ന ആൾക്കാർക്കാണ് ഉത്തമമായ മടക്കം, നല്ല മരണം ഉണ്ടാകുക. നല്ല മരണം ഇത്തരം ഭക്തജനങ്ങൾക്കാണ് ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് ഇത്രയൊക്കെ പറയുമ്പോ മൊയ്ലേരെ അതൊക്കെ നബിമാരെ കുറിച്ചല്ലേ, അതിലിപ്പോ ഞങ്ങൾക്ക് തർക്കമല്ല. നബിമാരെ കുറിച്ച് മാത്രമല്ല, മറിയം ബീവി നബിയാണോ?
ഒരൊറ്റ നബിച്ചിയും ചരിത്രത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പെണ്ണിനെയും നബി ആക്കിയിട്ടില്ല, ആണുങ്ങളെ ആക്കിയിട്ടുള്ളൂ എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മറിയം ബീവി നബി അല്ല. ആ മറിയം ബീവിയെ വാഴ്ത്താൻ ഒരു അധ്യായം ഖുർആനില്. എന്താ അവർക്കുള്ള പ്രത്യേകത? അവര് വലിയത്താണ്, വിലായത്തിന്റെ പട്ടം കിട്ടിയ മഹിളാ രത്നമാണ് ബീവി മറിയം. വദ്കുറു ഫിൽ കിതാബി മറിയം, ഖുർആനിന്റെ ഭാഗമായി തന്നെ മറിയമിനെ പറയൂ, മറിയമിനെ വാഴ്ത്തൂ, മറിയമിനെ സ്തുതിക്കൂ, മറിയമിനെ കുറിച്ച് നല്ലത് പറയൂ, അനുസ്മരിക്കൂ. എന്താ മറിയം ബീവിക്കുള്ള പ്രത്യേകത? അവര് വലിയത്താണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാ, ഈ പാരമ്പര്യത്തിലും പൈതൃകത്തിലും പിൽക്കാലത്ത് വന്ന ഔലിയാക്കളെ അനുസ്മരിക്കലും വാഴ്ത്തലും ഖുർആനീകമാണ് എന്ന് മനസ്സിലാക്കാം. എന്നല്ലാതെ ഇബ്രാഹിം നബി ഭയങ്കരമായിരുന്നു, ഇസ്മായിൽ നബി ഭയങ്കരമായിരുന്നു, ദാവൂദ് നബി, സുലൈമാൻ നബി, യഅ്കൂബ് നബി, യൂസുഫ് നബി, മൂസാ നബി, ഭയങ്കരന്മാരായിരുന്നു, അതവിടെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടാർന്നു എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. എന്ന് മാത്രല്ല, ആ പാരമ്പര്യത്തിൽ ലോകത്ത് മഹാന്മാര് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ്, ഉലമാ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ മഹാജ്ഞാനികൾ കഅംബിയാ ഇബ്നി ഇസ്രായീൽ, ഇസ്രായേല്യരുടെ നബിമാരുടെ സ്ഥാനത്താണ്, ഇസ്രായേല്യരിൽ വന്ന നബിമാരുടെ സ്ഥാനത്താണ് എന്റെ ഉമ്മത്തിലെ മഹാജ്ഞാനികൾ. ഈ ഹദീസ് മഹാനായ ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിലെ 4 സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, 4 ഇടങ്ങളിൽ. എന്റെ ഉമ്മത്തിലെ മഹാജ്ഞാനികള് ഇസ്രായേലിൽ വന്ന നബിമാരുടെ പവറിലാണ് എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ പോലെ എന്റെ സമുദായത്തിൽ ഔലിയാക്കളും ജ്ഞാനികളും വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ നിലക്ക് നോക്കുമ്പോ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് ദീനിനെ ജീവിപ്പിച്ചവരാണവർ. അക്കാലത്ത് ചത്തുകിടന്ന ദീനിനെ ജീവിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച പ്രവാചകരുടെ പ്രതിനിധിയാണ്, ഖലീഫയാണ്, സുൽത്താനുൽ ഔലിയയാണ് ശൈഖ് ജീലാനി എന്ന മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള്. അവരെ ഓർക്കലും അവരെ കുറിച്ച് മദ്ഹ് പാടലും പറയലും ഖുർആനീകം തന്നെ. എന്തുകൊണ്ട്? അല്ലാഹു പറഞ്ഞു, ഖൈറായ ആൾക്കാര്, ഉത്തമരായ ആളുകൾ, അവരെ വാഴ്ത്തൽ ഖുർആനാണ്, അത് ദിക്റാണ്, അത് കിതാബിന്റെ ഭാഗമാണ് എന്ന അല്ലാഹു കൃത്യമായി സ്പഷ്ടമായി വിവരിച്ചിരിക്കെ മുഹിയുദ്ദീൻ മാല ഖുർആനീകം തന്നെ. ചില ആൾക്കാര്, ഇവിടെയുള്ള കമ്മിറ്റിയിലൊക്കെ പെട്ട ആൾക്കാര് എൻ്റെ ആ ക്ലിപ്പിംഗ് ആകെ പ്രചരിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, അത് ഉസ്താദ് ചെറിയ കുട്ടിയായിരുന്ന അന്ന് ജാഹിലിയ കാലത്ത് പറഞ്ഞ വിവരക്കേടാ, ഇപ്പൊ മൂവാറ്റുപുഴയിൽ ഖത്തീബായ നമ്മൾ ഉസ്താദ് ഇപ്പൊ പറയൂല. എന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കമ്മിറ്റിയിൽപ്പെട്ട ചില ആൾക്കാർ. ഇതിങ്ങനെ വ്യാപിച്ചപ്പോ അത് പണ്ട് നിങ്ങൾ ആ ക്ലിപ്പിങ്ങിലെ വീഡിയോയിലെ ഫോട്ടോ നോക്ക്, അങ്ങനെ താടി ഇപ്പൊ എന്നുള്ള അത്രയില്ല, മീശ പൊടി മീശ കൊച്ചു പയ്യനായിരുന്ന അന്ന് പൊട്ടത്തരം പറഞ്ഞതാ. ഇന്നിപ്പോ നമ്മൾ ഉസ്താദിന് അങ്ങനത്തെ വാദമല്ല എന്നാ എല്ലാവരും കേട്ടോളൂ. ആർജവത്തോടെ, ആവേശത്തോടെ, സുബോധത്തോടെ, തന്റെ ഇടത്തോടെ 1000 വട്ടം പ്രഖ്യാപിക്കുന്നു, മുഹിയുദ്ദീൻ മാല ഖുർആനീകമാണ്. എല്ലാവരെയും പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ബാധ്യസ്ഥനാണ്. എന്റെ പരിമിതമായ അറിവുണ്ട്. അന്നുള്ളതിനേക്കാൾ മുഹീദ്ദീൻ മാല ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് തള്ളിയതല്ല. എന്നാലും ഉസ്താദെ മുഹീദ്ദീൻ മാല ഖുർആനാന്നൊക്കെ പറയാൻ പറ്റുമോന്നാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളെ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ ചാരിറ്റി പ്രവർത്തകനാണ്. പാവങ്ങളെ കണ്ണീരൊപ്പാൻ വേണ്ടി നടക്കുക, രാവും പകലും 5 നേരം നിസ്കരിക്കും, റമളാനിൽ നോമ്പിടിക്കും, സക്കാത്തും കൊടുക്കും. പിന്നെ സുന്നത്തൊന്നും ആ കുട്ടിക്കില്ല. ഖുർആൻ ഓതലും ഇരിക്കലില്ല, ക്ലാസ്സിനും വരവില്ല, ഏതു നേരം ചാരിറ്റിയാ. അപ്പോ അവന്റെ ഒരു കൂട്ടുകാരൻ ചെന്നിട്ട് പറയാം, അല്ലേ ചങ്ങാതിയെ, ഈ രാപ്പകൽ തണ്ടലൊന്ന് ഒഴിവാക്കിയിട്ട് നിനക്ക് ഖുർആൻ ഓതിക്കൂടെ എന്ന് പറഞ്ഞാൽ അവൻ പറയാവുന്ന മറുപടിയാണ്, എടാ ഇതന്നെയാണ് ഖുർആൻ, ഞാനിപ്പോ ഈ ചെയ്യണ തന്നെയാണ് ഖുർആൻ. എന്തായാലും തെറ്റ്. ഓതുന്നത് തിയറിയാണ്, മറ്റേത് പ്രാക്ടിക്കലാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. പാത്തുമ്മക്കുട്ടി ആയിഷക്കുട്ടിയും ഖുർആൻ ക്ലാസ്സിന് വരവുണ്ട്. പാത്തുമ്മക്കുട്ടി ആയിഷക്കുട്ടിയും ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ ക്ലാസ്സിനും വരുന്നതിനിടയിൽ ആ പാത്തുമ്മക്കുട്ടിന്റെ മാതാപിതാക്കള് രോഗശയ്യയിലായത്, വാർദ്ധക്യ സഹജമായ രോഗത്തിൽ പാത്തുമ്മക്കുട്ടിയുടെ മാതാപിതാക്കൾ ബെഡിൽ കട്ടിലുമലായി, കിടപ്പിലായി. പാത്തുമ്മക്കുട്ടി അവിടെ എൻഗേജായി.
ആ സമയത്ത് ആയിഷക്കുട്ടി വന്ന് ബെല്ലടിച്ച, അല്ല പാത്തു ഇന്ന് ക്ലാസ്സിനില്ല. ഞാനിന്നില്ല. പിന്നത്തെ ആഴ്ച മാസം വന്ന് വിളിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിനില്ല. എന്താ നിനക്കൊന്ന് ഖുർആൻ ക്ലാസ്സിന് വന്നൂടെ? അപ്പൊ പാത്തുമ്മ കുട്ടി പറയാണ്, എടി ഇതന്നെ എടി ഖുർആന്, ഞാൻ പഠിച്ച ഖുർആൻ ഇതാണ്. കാരണം ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഖുർആനാണ് പറഞ്ഞത്. ഇമ്മാ യബ്ലുഗന്ന അഹദകുമുൽ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എത്ര ആയത്താണ്? ഇതാണ് ഖുർആൻ എന്ന് പാത്തുമ്മക്കുട്ടി പറഞ്ഞാൽ വല്ല തെറ്റുണ്ടോ? ഉണ്ടോ? ചില സാധുക്കൾ തെറ്റിദ്ധരിച്ച് ഖുർആൻ എന്ന് പറഞ്ഞാൽ 2 ചട്ടന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന സാധനമാണ്. ഇതാണ് ഏറ്റവും വലിയ ഭീമാബദ്ധം. ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണ. മുത്ത് റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ലോകം അവസാനിക്കാനാകുമ്പോൾ വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആന്റെ കോപ്പികൾ മാത്രം ബാക്കിയാകുന്നു. അതാണ് ഇപ്പൊ നീ കാണുന്നത്. ചില ആൾക്കാർ ഈ ചട്ടന്റെ ഉള്ളിൽ മാത്രം ഒതുക്കുകയാണ് ഖുർആൻ. ചങ്ങാതിമാരെ, അത് ഖുർആന്റെ പ്രമാണാണ്, ഖുർആന്റെ ആധാരാണ്. എവിടെ ഈ സ്വത്ത്? ഖുർആന്റെ പ്രമാണമാണ് ആ ചട്ടന്റെ ഉള്ളിലുള്ളത്, ആധാരമാണത്. എവിടെ സ്വത്ത്? ആ ചട്ടന്റെ ഉള്ളിൽ വിവരിച്ച സ്വത്ത് എവിടെ? മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ് ഖുർആൻ. ബുഖാരിയിൽ അതാ ആയിഷ ബീവി പറയുന്നു, അല്ലാഹ് കാന ഖുലുഖുൽ ഖുർആന, റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ് ഖുർആൻ. അവിടത്തെ സ്വഭാവമായിരുന്നു ഖുർആൻ. റസൂലിന്റെ വഫാത്തിന് ശേഷം ഖുർആൻ സ്വഭാവമാക്കി ലോകത്ത് വന്ന പ്രഗൽഭരിൽ ഒരാളാണ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ. ഖുർആൻ സ്വഭാവമായി ജീവിച്ച ആളാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞ ആ പ്രമാണം, ആ ആധാരത്തിൽ പറഞ്ഞ സ്വത്ത് പ്രാക്ടിക്കലായിട്ട് കാണുന്ന മഹൽ വ്യക്തിത്വങ്ങൾ. അവർ ഖുർആന്റെ വാഹകരാണ്. അവരാണ് ഹാഫിളുകൾ. ഖുർആൻ ഹാഫിളുകൾ എന്ന് പറഞ്ഞ ആരാണ്? അവരാണ്. അല്ലാതെ ഒരു 5-8 കൊല്ലം ഓതി പഠിച്ച വരി മാത്രം പഠിച്ച് പിന്നെ 6-ാം പറപ്പും കാണിച്ച് നടന്നാല് ഹാഫിളാവൂല, ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല. ഖുർആൻ അതിന്റെ പൊരുൾ സഹിതം, ആശയ സഹിതം വഹിച്ച ആളാണ് ഹാഫിളുൽ ഖുർആൻ. അങ്ങനെയുള്ള മഹാത്മാക്കൾ ചിന്തിക്കണം. ഇത് വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുന്നു അല്ല. നമ്മളെ പൂർവീകർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. പിന്നെ വേറുള്ളൊരു കുതന്ത്രം എന്തറിയോ? ഈ മാലാ വിമർശകർ പ്രയോഗിക്കുന്ന ഒരു കൊടും ചതി. ഇതൊക്കെ രചിച്ച മഹാന്മാരായ പണ്ഡിതന്മാരെ താറടിക്കുക, ഇകഴ്ത്തിക്കെട്ടുക, അവമതിക്കുക സമൂഹത്തിന്റെ മുമ്പില്. കൊച്ചക്കോന്റെ ഓഡിറ്റോറിയത്തിൽ ഒരു മൗലവി വന്ന് വഴലറിഞ്ഞു. എന്നിട്ട് അതിനകത്ത് പറഞ്ഞു, ഈ മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്? കോഴിക്കോട്ടുകാരൻ ഒരു കാക്ക എഴുതി ഉണ്ടാക്കിയതാണ്. കാക്കയല്ലാതെ പിന്നെ നമ്പൂരി അച്ചായനും മാല പാടുമോ? വലിയ സംഭവമായിട്ട് പറയാണ്. കോഴിക്കോട്ടുകാരൻ ഒരു കാക്ക എഴുതിയതാണ്. ആരാണ് കാക്ക? ഖാലി മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ. അദ്ദേഹത്തിന്റെ ഉപ്പ മഹാപണ്ഡിതനായിരുന്നു, പണ്ഡിത തറവാടായിരുന്നു, അക്കാലത്തെ ഖാലിയായിരുന്നു. ഖാലി മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ എന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് കാക്ക. ഹിജ്റ 980 അദ്ദേഹം ജനിച്ചത്. 4 നൂറ്റാണ്ട് മുമ്പാണ് ഈ മാല രചിക്കപ്പെടുന്നത്. അന്ന് മുസ്ലിം ലോകത്തൊരു തർക്കവും മാലയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാരും കളിയാക്കുക. കുത്തുബിയത്ത് രചിച്ചത് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി, തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലെ ഒരു മഹാജ്ഞാനി സ്വദഖത്തുല്ല എന്നവരാണ് റഹിമഹുല്ല. എന്നിട്ട് പറയാണ് അതൊരു അണ്ണാച്ചി എഴുതിയതാണ്. ഇവരൊക്കെ ഫ്യൂഡൽ മെന്റാലിറ്റി ആലോചിച്ച് നോക്കണം. ഇസ്ലാമിൽ എന്ത് അണ്ണാച്ചി, എന്ത് ബംഗാളി, എന്ത് മലയാളി? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാനെ പേടിണ്ടോ, സൂക്ഷ്മതണ്ടോ അറിഞ്ഞോ അവർക്ക് അള്ളാന്റെ. എന്നിട്ട് പറയാണ് അതൊരു അണ്ണാച്ചി, കായൽ പട്ടണക്കാരൻ ഒരു അണ്ണാച്ചി എഴുതിയതാണ്. ഇവിടെ നിന്ന് പ്രസംഗിച്ചതാ. അയാൾ അണ്ണാച്ചിയിട്ട് എന്താ കുഴപ്പന്നേ? ഇത് നിങ്ങളുടെ ഫ്യൂഡലിസമാണ്, സവർണ മേധാവിത്വത്തിന്റെ. നിങ്ങളെ പൂർവിക രാജാതികൾ ഉണ്ടാവും, ആ ഒരു ബ്ലഡ് കൊണ്ടായിരിക്കും ഉമ്മാരിയൊക്കെ പറയണേ. അത് പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് ഇതിലൊരു കുഴപ്പമില്ല. നമുക്ക് മാലെന്ന് പാടാം. അല്ലാ തീരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. അല്ലുസ്താദെ, പാട്ട് പള്ളിയിൽ വേണോ? ഓതിയാ പോരെ?
ഖുർആൻ പാരായണവും ഹദീസ് ഉദ്ധരണിയും പോരെ, പാട്ട് വേണോ? അല്ല, അതും ഒരു ചോദ്യമാണ്. മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുവാദത്തോടെ, ആശീർവാദത്തോടെ, നിർദ്ദേശത്തോടെ പള്ളിയിലും മാല പാടിയിട്ടുണ്ട്, കല്യാണപ്പന്തലിലും മാല പാടിയിട്ടുണ്ട്. എന്ത്? റസൂലിന്റെ സഹാബത്ത് പള്ളിയിൽ മാല പാടിയിട്ടുണ്ട്, കല്യാണപ്പന്തലിലും മാല പാടിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലതാ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മാല പാടാനായി തന്നെ മദീന പള്ളിയിൽ ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യളഉ ലി ഹസ്സാന, സഹാബാക്കളുടെ കൂട്ടത്തിലെ കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ സ്ഥാപിച്ചു കൊടുത്തു. എന്ത്? മിമ്പറൻ, ഒരു സ്റ്റേജ്, ഫിൽ മസ്ജിദി, മദീനത്തെ പള്ളിയിൽ. എന്നിട്ടോ യഖൂമു അലൈഹി ഖായിമൻ, ആ മിമ്പറിൽ, സ്റ്റേജിൽ മഹാനായ ഹസ്സാൻ തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് യുഫാഖിറു അൻ റസൂലില്ലാ, മുത്ത് റസൂലിന്റെ മദ്ഹ് കീർത്തനങ്ങൾ മാലയായി പാടി. അന്ന് മുഹീദ്ദീൻ മാലല്ല. മുഹീദ്ദീൻ മാല 400 വയസ്സല്ലായിട്ടുള്ളൂ. 400 കൊല്ലം മുമ്പല്ലേ വന്നത്. 1400 കൊല്ലം മുമ്പുള്ള മാല മുഹമ്മദി മാല ഉണ്ടായിരുന്നു, ബദർ മാല ഉണ്ടായിരുന്നു. ആ മാല അവരൊക്കെ പാടി, പള്ളിയിൽ പാടി മുഹമ്മദി മാല. നീ കല്യാണ പന്തൽ നോക്ക്, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് നോക്ക്. അൻ റുബയ്യ് ഇബ്നു മുഅവ്വിദ് റളിയല്ലാഹു അൻഹും, റുബയ്യ് എന്ന പെൺകുട്ടി, അവരെ വാപ്പ മുഅവ്വിദ് എന്നവരാണ്. ബദരീങ്ങളിൽപ്പെട്ട ഷഹീദാണ് വാപ്പ. ഷഹീദായി പോയി വാപ്പ. അങ്ങനത്തെ കുട്ടിന്റെ കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടന്നതിന്റെ പിറ്റേന്ന് ഈ മഹദി പറയാണ്, ഈ പെൺകുട്ടി പറയാണ്, ബദരീങ്ങളിൽപ്പെട്ട ഷഹീദിൽപ്പെട്ട മഹാന്റെ മകളായ റുബയ്യ എന്ന പെൺകുട്ടി പറയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വദാത്ത ബുനിയ അലയ്യ, എന്റെ മണിയറ കഴിഞ്ഞ പിറ്റേ ദിവസം, നിക്കാഹും മധുവിധുരാവ് മണിയറ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പകലില് എന്റെ വീട്ടിൽ അള്ളാന്റെ റസൂല് കടന്നു വന്നു. വന്നിട്ട് ഫജലസ ഫീ ഫിറാശി, എനിക്കൊരുക്കപ്പെട്ട മണിയറക്കട്ടിലിൽ വിരിപ്പിൽ അള്ളാന്റെ റസൂല് വന്നിരുന്നു. എൻ്റെ ഒരു സന്തോഷം. അവിടെ വന്നിരുന്നപ്പോ എന്താ പരിസരത്ത് നടക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? വജുവൈരിയാത്തുൻ, എന്റെ തോഴിമാര് യളിരിബിന ബിദ്ദുഫി, ദഫ് കൊട്ടുന്നുണ്ട്. വയന്തുബിന മൻ ഖുതില മിൻ ആബാഇ യൗമ ബദരിൻ, ബദർ രണാങ്കണത്തിൽ രക്തസാക്ഷിയായ എന്റെ പൊന്നുപ്പ, കൊച്ചാപ്പ അടക്കമുള്ള പിതാക്കന്മാരുടെ ഐതിഹാസിക സമരവും അവരുടെ രണശൂരതയും അവരുടെ ധീരതയും ഈമാനിക ആവേശവും കോർത്തുണ്ടാക്കിയ മാല പാടിക്കൊണ്ട് എന്റെ തോഴിമാർ ദഫ് കൊട്ടി പാട്ടുപാടുകയാണ്. കല്യാണത്തിൽ ഇതൊക്കെ കുറച്ച് അലൗഡാണ്. ഈ ചില ആൾക്കാർ വന്നിട്ട് ഈ ഇസ്ലാമിനെ ഞെക്കി ഞെരുക്കിയിട്ട് വൃത്തികെട്ട ഒരു കോലമാക്കി തീർത്തിട്ടുണ്ട്. കല്യാണം വളരെ ലളിതമാണ്. കല്യാണം എന്ന് പറഞ്ഞാല് അത് വളരെ റസൂലിന്റെ ഒരു സുന്നത്ത്, വളരെ ചെറിയൊരു ചടങ്ങാണ്. ആർക്കും തിന്നാൻ കൊടുക്കാൻ പാടില്ല, സന്തോഷം പാടില്ല. ആരാ അത് പറഞ്ഞത്? ദീനിൽ ഇങ്ങനല്ല, പാട്ട് പാടണം, സുന്നത്താന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് വെച്ചിട്ട് ഇമാമിങ്ങള്. കല്യാണ വീട്ടില് സ്ത്രീ പുരുഷ സങ്കലനം വേണ്ട, നിഷിദ്ധമായ വാദ്യോപകരണങ്ങൾ വേണ്ട, അല്ലാത്ത വിധത്തിൽ പാട്ടുപാടാ, ദഫ് കൊട്ട, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ വഷളാക്കി. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ കല്യാണ വീട്ടിൽ പാട്ട്. ഇന്ന് പാട്ടുണ്ട്, വേറെ മോഡലാണ്, ആ മോഡൽ പറ്റൂല എന്ന് എഴുതിയിട്ട് പാട്ടില്ല, പാടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, മരിച്ച വീട് പോലെ കല്യാണ വീട് ഇങ്ങനെ നാക്കാൻ പാടില്ല. റസൂലുള്ള വന്നപ്പോ എന്റെ തോഴിമാര് ബദറുമാല പാടിക്കൊണ്ട് ദഫ് കൊട്ടുകയാണ്. മുത്തുനബി വരുന്നത് കണ്ടപ്പോ കൂട്ടത്തിലെ പാട്ടുകാരിയായ ഒരു തോഴി മാലയുടെ റൂട്ട് മാറ്റിയിട്ട് ഇങ്ങനെ പാടി, വാഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗാദി യഅലമു മാ ഫീ ഗാദി. ബദറുമാല മാറ്റിയിട്ട് മുഹമ്മദി മാലയാക്കി റസൂലിനെ കണ്ടപ്പോ ഒരു തോഴി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂലി ഹാകദാ വഖൂലി മാ കുൻതി തഖൂലീന. ഇപ്പൊ എന്നെ കുറിച്ച് മാല പാടേണ്ട നേരല്ല, നേരത്തെ പാടിയ നിന്റെ പൂർവീക പിതാക്കളിലെ ബദറിലെ ശുഹദാക്കള് ആ മാല പാടി, ഞാനത് കേൾക്കട്ടെ. ഈ മാല കുട്ടിയാള് പാടി, മുത്ത് റസൂല് കേട്ടു. അതുകൊണ്ട് പള്ളിയിലായാലും കല്യാണ പന്തലിലായാലും മാല പാടാം. മഹാനായ ഖാലി മുഹമ്മദ് എന്നവര് തുടക്കത്തിൽ പറയാണ്, അല്ലാ തീരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്?
ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അള്ളാന്റെ പേരും സ്തുതിയും സ്വലവാത്തും വേണമെന്ന് വേദാംബരായ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് പ്രകാരം ഞാൻ അള്ളാന്റെ തിരുപേരും ഹംദും സ്വലാത്തൊക്കെ ഉരുവിട്ട് ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. മുസ്ലിയാരെ, ഇതൊന്നും കുഴപ്പമില്ല, മുന്നോട്ട് പോ, ശിർക്ക് നിറഞ്ഞ വരിയല്ലേ അതിൽ, ഒരര ശിർക്കുമില്ല. ഇതിലിപ്പോ എന്താ പറ്റിയറിയോ? ഈ മാലയുടെ ശത്രുക്കൾ വന്നിലാണ്ട് മുള്ളി, മുഹീദ്ദീൻ മാലയിലാണ്ട് മുള്ളീറ്റങ്ങട്ട് ആകെ എരപ്പാക്കിട്ടൊക്കെ എന്നിട്ട് കാണിച്ചു തരാം, കണ്ടോ മൂത്രം. അപ്പൊ സാധാരണക്കാര് പഠിച്ചവനത് മുഴുവൻ മൂത്രമുള്ള ഇവന്മാര് മുള്ളിയതാണ്. അതുകൊണ്ട് ആ മൂത്രം കഴുകി കളയാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഇതിപ്പോ വേദന ഉണ്ട്. ഇപ്പൊ ഫലസ്തീനിൽ നടക്കുന്നതിൽ നിങ്ങൾക്ക് വേദന ഇല്ല, എനിക്ക് വേദന ഇല്ല. എന്താ വേദനന്റെ കാരണം? നമ്മുടെ സഹോദരന്മാർ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. പരിശുദ്ധ മണ്ണ് മലിനമാകുന്നു. അല്ലദീ ബാറക്നാ ഹൗലഹു, ബൈത്തുൽ മുഖദ്ദസ് അനുഗ്രഹീതമാണ്, അതിന്റെ ചുറ്റുഭാഗം അനുഗ്രഹീതമാണെന്ന് അള്ളാഹ് പറഞ്ഞ ആ പുണ്യ മണ്ണ് ജൂതന്മാർ കൈക്കലാക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ഇതല്ലേ പ്രശ്നം അല്ലേ? പരിശുദ്ധമായത് ഒന്നിനെ മലിനമാകുന്നതിലുള്ള വേദന. മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന ഖുർആനിന്റെ സാരാംശമായ ഔലിയാഇന്റെ ചരിത്രം പറയുന്ന, ഖുർആനിന്റെ വ്യാഖ്യാനം പറയുന്ന ആ സുന്ദരമായ മദ്ഹ് കീർത്തനങ്ങൾ ശിർക്കെന്നും കുഫറെന്നും നരകത്തിലേക്കെന്നും അധിക്ഷേപിക്കുമ്പോൾ ഇതൊരു തരം ബോംബിടലാണ്. ഇത് ഞങ്ങൾക്ക് സഹിക്കൂല. ഹമാസ് പ്രതിരോധിക്കുന്നതിലേറെ ശക്തമായിട്ട് ഞങ്ങൾ അഹ്ലുസുന്നയിലെ ആലിമീങ്ങൾ പ്രതിരോധിക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. 155 വരികളുണ്ട്. എല്ലാം കൂടി ഇപ്പൊ പറയാന്ന് വെച്ചാല് ഒരു കൊല്ലം വേണ്ടി വരും. നമുക്ക് പത്ര സമയമില്ലല്ലോ. എന്നാൽ തന്നെ കമ്മിറ്റിക്ക് മേലിൽ സമ്മർദ്ദമാണ്. അത് പാടിക്കല്ലേ, എന്തിനാ പതൊക്കെ പാടുന്നത്? കൂട്ടരെ, ഇത് പാടിയാൽ ഖുർആനിലേക്ക് അങ്ങോട്ട് പോകുന്നേ. ഞാൻ ഇപ്പൊ എത്ര ഖുർആനായ തോതി നിങ്ങളോട്? വെറും പാട്ടിൽ നിന്നോ? ഖുർആന്റെ അർത്ഥം മലയാളത്തിലുള്ള വ്യാഖ്യാനാണ് ഈ മാലയിലൂടെ വരുന്നത്. ഇപ്പൊ ഇന്ന് പഠിച്ചെന്താ? സത്യത്തിന്റെ വിലയല്ലേ നിങ്ങൾ പഠിച്ചത്? ഇതുപോലെ ഖുർആനിക വചനങ്ങളായി ഇതിന്ന് പഠിക്കാനുള്ളത്. ആര് മുള്ളി അരപ്പാക്കിയാലും അത് വൃത്തിയാക്കും. അത് നമ്മുടെ ഉലമാഇന്റെ ഡ്യൂട്ടിയാണ്, ബാധ്യതയാണ്. നമ്മളത് ചെയ്യും. 155 വരിയുണ്ട്. അതിൽ നിന്നും ആക്ഷേപാർഹമായ, വിമർശിക്കപ്പെടുന്ന ഏതാനും ചില വരികൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ വിശദീകരിക്കും. നിങ്ങളതൊക്കെ കേട്ട് പഠിക്കണം. നമ്മുടെ മുൻഗാമികൾക്കൊന്നും തെറ്റുപറ്റിയിട്ടില്ല. നമ്മുടെ മമ്മി ഉസ്താദ് അത് ആലപിക്കാറുണ്ടായിരുന്നു എന്ന് അസീസ് ഉസ്താദ് എന്നോട് പറഞ്ഞു. പഴയ ആൾക്കാരൊക്കെ അത് ചെയ്തിരുന്നു. എനിക്കറിയാം. എൻ്റെ അയൽവക്കത്തൊരു ഉമ്മാമ ഉണ്ടായിരുന്നു. അസറിന്റെ ശേഷം ചെന്നാൽ അവർ മാല ഇങ്ങനെ പാടും. മഗ്രിബിന്റെ ശേഷം ആ വഴിക്ക് പോയാൽ യാസീൻ തബാറക്ക. എന്തൊരു ഈമാനിക ആവേശമായിരുന്നു അവർക്ക്. ഇതിലൊക്കെ പ്രചോദനങ്ങളുണ്ട്, ഖുർആനികമായ വെളിച്ചുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ നല്ലതായി മനസ്സിലാക്കാനും ആദരിക്കപ്പെടേണ്ടവയെ ആദരിക്കാനും നമുക്കൊക്കെ ബോധം